ഹേ ഹായ് അപ്പം ഇന്ന് സോ ഗൈസ് നമ്മൾ വെള്ളച്ചാട്ടത്ത് പോകണം. സോ നമ്മൾ ഇവിടുന്ന് നേരെ ചൂരൽ വെള്ളച്ചാട്ടത്ത് പോകണം. അപ്പം വണ്ടി കുറേ എടുത്തിട്ട് അപ്പം ജസ്റ്റ് സ്റ്റാർട്ടാക്കി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മറ്റേ ഇത് കിട്ടണല്ലേ, മറ്റേ സാധനം എന്നായിട്ട് പേര് മിറാക്കിൾ. നല്ല പുളിയിലൊരു അതായത് നമ്മ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞി കൊടുത്തിന്, അതിൻ്റെ വ്ളോഗൊന്നും എടുത്തിട്ടില്ല. ഇവിടെ പിടിച്ച ചെറിയൊരു നാരങ്ങ. ഇതിൻ്റെ പേരെന്താ? ഒടുക്കത്തപ്പുളി. അത് ഒടുക്കത്തെ പുളിയാണിത്. അതായത് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വിടാം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഹൈവേ കയറി നേരെ വിടാം. സോ ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഒരു 15-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടാവും. പയ്യന്നൂർ സൈഡ് മാത്തിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. സോ ഈ മാത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കോളേജ് ഇവിടെ വരുന്നതാണ്, ഇവിടെയാണ് എൻ്റെ കോളേജ്. സോ ഈ കയറ്റം കയറി നേരെ പോയാലാണ് ഞാൻ 3 വർഷം ഡിഗ്രി ചെയ്ത കോളേജ് എത്താം. സോ അതിലാണ് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്ത് പോകുന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ ചൂരൽ വെള്ളച്ചാട്ടത്തിലെത്തി. ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക്. അതായത് ഇതിൻ്റെ താഴെ കഴിഞ്ഞ് നേരെ നടക്കണം. സോ ഇപ്പം വേറൊരു കാഴ്ച ഇങ്ങനെ കാണിച്ചു തരാം. ഗൈസ് കുതിര പാവൊരു കുതിര. ഗൈസ് നിങ്ങൾ എൻ്റെ മുമ്പിൽ കാണുന്നത് ഫാമാണ്. ഓക്കെ, ഇവിടെ കോഴി കുത്തുമല്ലേ കെട്ടിയിട്ടുണ്ട്. പക്ഷേ വന്ന് ഒറ്റ ചവിട്ടായിരിക്കും കുത്തും. ഇതിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ്, നിങ്ങൾക്ക് ഇതിലെ കാണുമെന്നറിയില്ല, തൊട്ട് മുന്നിലായിട്ടാണ് വെള്ളച്ചാട്ടം വരുന്നത്. സോ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് നടക്കാം. ഇതിൽ വഴിയില്ല. സോ ഇവിടെ ഫാം എന്തെല്ലാം ഉണ്ടാടാ, മൃഗങ്ങൾ, കോഴി, താറാവ്, പശു, ആട്, കുതിര എല്ലാം ഉണ്ട്. എൻ്റെ അമ്മേ ഒച്ചയെല്ലാം ആക്കുന്നുണ്ട്. സോ നമുക്ക് താഴേക്ക് ഇറങ്ങാം. നമ്മൾ ഫാമിൻ്റെ ഇതിൽ പോവാം. ഇവിടെ ഒരു ചെറിയ താറാവ് ഉണ്ടോ? സോ ഇതാണ് ഫാം. അവിടെ പശുവിനൊന്നും കാണുന്നില്ല എനക്കൊന്നും. പശുവല്ല, ഇതാ കുളത്തിൽ ഇവിടെ ഇടാൻ നല്ല വഴുക്കുണ്ട് കേട്ടാ. നോക്കി നടന്നില്ലെങ്കിൽ എൻ്റെ ആജന്മ ശത്രുവാണിത്, ടർക്കി കോഴി. അതായത് ടർക്കി കോഴി പണ്ട് സംഗീതിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ ടർക്കീനെ അധികം ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ കോഴി എന്നെ കാണുമ്പോൾ മാത്രം കൊത്താൻ വരും, വേറെ ഒരു പ്രശ്നമില്ല. എന്നെ കാണുമ്പോൾ മാത്രം ഈ സാധനം, ഇതേ സാധനം ഇവൻ്റെ വീട്ടിലുണ്ടായത്. ഈ ആണ് ഇതെൻ്റെ മേത്ത് കയറി, ഞാൻ ഓടി ഇതിനെ കണ്ടാടും പേടിച്ചിട്ട്. എന്നിട്ട് എൻ്റെ മേത്ത് കയറി ഇങ്ങനെ സരിഗമ കളിച്ചിനിത്. സോ ഇതാണ് ഇവരെ വലിയ ഫാം വരുന്നത്. ഓക്കെ, ദേഷ്യം വന്നു. ഇതിന് വേഗം ദേഷ്യം വരും ഗൈസ്, വേഗം ദേഷ്യം വരും. പ്രത്യേകിച്ച് ആണിന്. പെണ്ണിനെ കുഴപ്പമില്ല, പക്ഷെ ആണിന് ഒടുക്കത്തെ ദേഷ്യം. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ അത് തുടങ്ങും. അതിൻ്റെ മുഖെല്ലാം ചോത്ത്, അതിൻ്റെ മുഖം ഒന്നാമതേ ചോത്തിട്ടുണ്ടാവും, പക്ഷേ അടുത്ത് പോകുമ്പോൾ കൂടുതൽ ചോക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദേഷ്യം പിടിച്ചു അതിൻ്റെ അടുത്ത് പോയാൽ പണി കിട്ടുന്നു. ഇത് കൊത്തും. അതിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം കൊത്തുന്നു. അയ്യോ, നാടൻ കൊയ്യാൻ തോന്നും. നമുക്കിതിലെ നേരെ പോവാം. സോ ഇവിടെ ഉള്ളത് നിങ്ങൾ ഈ കാണുന്നത് ഒരു ചെറിയ തട്ടുകട, അതായത് വാട്ടർഫാൾസിൻ്റെ മുന്നിലുള്ള ചെറിയ തട്ടുകട. അതായത് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ കയറുമ്പം ഇവിടെ ഈ ബുക്കിൽ പേരും കാര്യങ്ങളും എഴുതണം. അപ്പം എഴുതിയിട്ട് അതായത് ഒരാളെ പേര് എഴുതണം. എഴുതിയിട്ട് മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യം. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തെത്തി. സോ ഇതാണ് ചൂരൽ വെള്ളച്ചാട്ടം. ഞാൻ കാണിച്ചുതരാം. ഇതാണ് വെള്ളച്ചാട്ടം. ഇങ്ങനെ ഒഴുകിപ്പോവും. ഇതത്ര ഡേഞ്ചറായ വെള്ളച്ചാട്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെയെല്ലാം ബ്ലോക്ക്, അതായത് അവിടെ നിന്ന് ഒഴുകിപ്പോവില്ല, അവിടെയെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമാധാനത്തോടെ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് പോവാം. ഇങ്ങനത്തെ വെള്ളച്ചാട്ടത്തിൽ എന്നാലും ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ കല്ലും കാര്യങ്ങളും ഉണ്ട്.
നല്ല ശക്തിയിലാണ് വെള്ളം വരുന്നത്. ശക്തി വെച്ചാൽ അത്ര ശക്തി. അവിടെ മോളിന്നേ വരുന്നതാ, അങ്ങ് മോളിന്നേ വരുന്നതാ. ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്, എത്രത്തോളം കേൾക്കുമെന്ന് പറയാൻ പറ്റും. ഇവിടെയെല്ലാം വഴുതുണ്ട് ചെറിയ രീതിയിൽ, പക്ഷേ വീണാ വെള്ളത്തിൽ വീഴും, കുഴപ്പമില്ല, അടിച്ചു വീഴുകയും ചെയ്തു. ഈ കാണുന്ന പോലെയല്ല, കാരണം വെച്ചാൽ ആടുന്ന് വീഴുന്ന വെള്ളം എന്ന് വെച്ചാൽ നല്ല പവറിലെ വെള്ളതാ, പവറിൽ വീഴുന്നത്. തല വെച്ച് കഴിഞ്ഞാൽ തല അങ്ങ് വരും. അല്ല അത്ര പവറില്ല, എന്നാലും അത്യാവശ്യം നല്ല വൃത്തിയിലെ പവറുണ്ട്. അപ്പം ഇതിന്റെ മുകളിലേ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം വരുന്ന അതിന്റെ വ്യൂ എടുക്കാം. നമ്മൾ ഇതിന്റെ മുകളിൽ, അതായത് ഇതിന്റെ മുകളിൽ വെള്ളം വരുന്നതും നിങ്ങൾക്ക് വെള്ളച്ചാട്ടം അതാ ഇവിടുന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണും. ഇങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടത്തിന് വ്യൂ വരുന്നത്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇവര് ജസ്റ്റ് ഒന്ന് മുള്ളുവേലി കൊണ്ടൊന്ന് സ്ഥലം ഇതാക്കിയിട്ടുണ്ട്. സോ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇവിടെ കയറിയാണ്. സോ നമ്മൾ മുന്നേ എല്ലാം ഇങ്ങോട്ട് വരാറുണ്ട്, അധികവും ഇങ്ങോട്ട് വരാറുണ്ട് മഴക്കാലത്ത്. ഓക്കെ, സോ നമുക്കിനി വെള്ളത്തിൽ ചെയ്യാം. പിന്നെ ഇവിടെ ഇവര് അധികം പോവാണ്ട് നിൽക്കാൻ, അതായത് നമ്മൾ അഥവാ നമ്മൾ ഒഴുകി പോവില്ല, കാരണം വെച്ചാൽ വീടെത്തുമ്പോൾ വെള്ളത്തിന്റെ ഫ്ലോവും കാര്യങ്ങളും കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒഴുകി പോവില്ല. പക്ഷെ അഥവാ ഇനി നമ്മൾ സ്ലിപ്പായിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒഴുകിയാൽ ഇവിടെ നമ്മൾ നിൽക്കും. കാരണം വെച്ചാൽ ഇവിടെ കല്ലും കാര്യങ്ങളിലും ഉണ്ട്. പക്ഷെ നമ്മളെ കയ്യോ അല്ലെങ്കിൽ കാലോ തലയോ ഈ കല്ലിന് മുട്ടിയാലാണ് ശരിയായ പണി വരിക. ഓക്കെ, സോ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ മെയിനായിട്ട് സൂക്ഷിക്കണം ഇങ്ങനത്തെ കാര്യങ്ങൾ. നമ്മളൊക്കെ സൂക്ഷിച്ച് തന്നെയാണ് വെള്ളത്തിലും ചെയ്യുന്നത്. സോ അധികം ഇപ്പൊ ഇന്നലെ മഴ പെയ്തുകൊണ്ട്, ഇന്നലെയും ഇതിനിടയ്ക്ക് മഴ പെയ്തുകൊണ്ടാണ് വെള്ളച്ചാട്ടത്തിൽ ഇത്ര വെള്ളം കൂടുതൽ. കുറച്ചും കൂടെ അടുത്തുള്ള ഒരു വൈഡ് വ്യൂ ഉണ്ട്, ആണ് വൈഡ് വ്യൂ. ഇതിലൊരു ചെറിയ വെള്ളച്ചാട്ടം കൂടി ഇവിടെ കണ്ടാ അറിയും. നല്ല ഒഴുക്കലാണ്, നല്ല ഒഴുക്കലൊക്കെ നല്ല ഒഴുക്കലാണ്. നമ്മൾ തൊട്ട് മുമ്പിലല്ലേ, പക്ഷെ വെള്ളം അടിച്ചിട്ട് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല. പക്ഷെ ഏകദേശം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഫുള്ള് വെള്ളടിക്കാം. നനഞ്ഞു ഐഫോൺ, ഫുള്ള് ഐഫോൺ നനഞ്ഞു. ഓടുന്ന വരിക, നമുക്ക് എന്തായാലും ഇറങ്ങാം. അതായത് ഈ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നല്ല പവറിലായിരിക്കും തലക്ക് വെള്ളം പോവുക. ഏകദേശം നനഞ്ഞു നമ്മൾ ഇതാകുമ്പോൾ. അപ്പം നമുക്ക് മഴയും പെയ്യാൻ തുടങ്ങി. സോ നോക്കാം, തങ്ങി ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. സോ നമുക്കിനി അങ്ങോട്ട് പോകണം. കാരണം വെച്ചാൽ മഴ പെയ്യാൻ തുടങ്ങി. നമുക്ക് നമ്മളെ ട്രൈപോഡും മൈക്കിന്റെ ബോക്സിൽ ഇവിടെ വെച്ചിട്ടാണുള്ളത്. ഇനി നമുക്ക് അവിടുന്ന് അങ്ങോട്ട് പോകണം. പക്ഷെ മഴ ചെറുതായിട്ടേ പെയ്യുന്നില്ലൂ, നല്ല ഒഴുക്കുണ്ട്. ഒരു പക്ഷെ വെള്ളത്തിന്റെ പവർ കൂടി. ഞാൻ എങ്ങനെയല്ലോ ആണ് ഇങ്ങോട്ട് കയറിയത്. ഇതേണ്ട ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ്, അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ ഒഴുക്കുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് ഒഴുക്കാം, നല്ല രീതിക്ക് ഒഴുക്കുണ്ട്. നമുക്ക് എന്തായാലും മൊബൈലും കാര്യങ്ങളും ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ചെറുങ്ങനെ കുളിച്ചിട്ട് വേഗം വിടാം ഇവിടുന്ന്. ഗൈസ്, അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ സംഖ്യ ഇവിടെ ഉണ്ട്. സോ ഇനി പോയിട്ട് നമുക്ക് ഇവിടെ കടയിൽ നിന്ന് ചായ കുടിക്കണം. സോ പശുവും കാര്യങ്ങളിലുണ്ട് ഇവിടെ. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതാ പശു ഇങ്ങോട്ട് വന്നു. വെള്ളത്തിൽ കുറച്ച് ഫോൺ കുളിച്ചോണ്ടാന്നറിയില്ല, ഇപ്പൊ നല്ല ക്ലാരിറ്റി ഉണ്ടോ. വെള്ളച്ചാട്ടം ഇങ്ങനെ പോകും. സോ അവിടെ കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അധികം കാണിക്കണ്ട, കാരണം അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും എന്താ കഴിച്ചിട്ട് പോവാം അല്ലേ. പശു ഉണ്ടോ വരി വരി നിൽക്കുന്നത്. നമ്മള് പഴംപൊരിയാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു കുളമാണ്, ഇതുണ്ടോ. ചേച്ചി ഇവിടെ എത്ര പശുക്കളുണ്ട്? നിങ്ങൾ ഫാമത്തെ അല്ല അല്ലേ, നിങ്ങൾ ഇവിടുത്തെ? ഓക്കെ, നമ്മള് പഴംപൊരി പറഞ്ഞിട്ടുള്ള വിശന്ന് പൊരിയ. നമ്മള് ഒരു ചെറിയ പ്ലേറ്റ് ഉള്ളിവടയും പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഉള്ളിവട.
നല്ല ടേസ്റ്റ് ഉണ്ട്. വെറൈറ്റി നല്ല ക്രിസ്പി. പശുവിൻ്റെ കൊമ്പ് ഉണ്ട്. ഇതിൻ്റെ കൊമ്പ് ഓക്കെ. പിന്നെ ഒരു സെറ്റ് കയറ്റി, ഞാൻ അടുത്ത സെറ്റ് ഇവർ കയറ്റും. താറാവിന് നിന്നാ തോന്നിട്ടാ വേണ്ടാ. നല്ല സൈസുണ്ട് പശുവെല്ലാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ടർക്കി കോയി, അതുപോലത്തെ ഒരു പൂവനതാ കൊത്താൻ വരുന്ന പൂവൻ. എടാ കൊത്തേ കൊത്തേ. ഹായ്. ഈ പശുവെല്ലാം ഇങ്ങനെ. എടാ എത്രയാ പശു? ഫുള്ള് പശു ഇവിടെ. വലിയ ഫാമാണ് ഇത്. അപ്പുറത്തോട്ട് കവുങ്ങിൻ്റെ ഒരു തോട്ടം പോലെ. പക്ഷേ ഇപ്പുറം ഇതേ അടുത്തേക്കാണ് പോകുന്നത്. കയറുന്നോടാ, വേണ്ട എന്നെ കൊത്തും. ഇവിടെ അതുപോലത്തെ വലിയ കൊമ്പില്ല. പക്ഷെ നല്ല കൊമ്പുണ്ടല്ലേ ഇവിടുത്തെ പശുവിനെല്ലാം. സോ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കയറി ഇനി നേരെ മുകളിലോട്ട് പോയിട്ട്, എടാ ഒന്ന് അരയന്നാ, ഇനി നേരെ മുകളിലോട്ട് പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് നേരെ ഇവിടുന്ന് ഇറങ്ങണം. സോ താറാവിനെ കണ്ടു നമ്മൾ. താറാവ് അരയന്നോ. നമ്മൾ എത്ര മണിക്കാണ് വന്നത്? നമ്മൾ 12 മണി സമയത്താണ് വന്നത്. ഇപ്പം 3 മണി. അരയന്നോ താറാവാണെന്ന് അറിയില്ല. താറാവാണെന്ന് തോന്നേ. സോ നമുക്ക് നേരെ ഇവിടുന്ന് വിടാം. ഉണ്ടോ ഫാം പശുക്കളിൽ. നല്ല ഫോഴ്സ് കൂടി. കാരണം എന്ന് വെച്ചാൽ എവിടെയോ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫോഴ്സാണ് കൂടിയിട്ടില്ല. ഇരിക്കാൻ പറ്റുന്നില്ല അവിടെ. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ കുറേ നേരമായി വെള്ളച്ചാട്ടത്തിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ കയറി നേരെ വീട്ടിലേക്കാണ്. യമു അല്ലേ? ഗിനിയാ, ഗിനിക്കോഴി. ഇവിടെ താറാവ്. അതിൻ്റെ അപ്പുറം നേരത്തെ കാണിച്ച കുതിര. സോ നമുക്ക് എന്തായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. നല്ല സുഖമില്ല അതിൻ്റെ അച്ഛ വെക്കാൻ. പ്ലസ് ഉണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന റോഡ് ചെറിയൊരു ഓഫ് റോഡ്. അധികം വലുതല്ല, എന്നാലും ഇതാ കണ്ടോ നിങ്ങൾ മുന്നേ കാണുന്നു. ഓപ്പോസിറ്റ്, അതായത് ഒരു വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല. ഓപ്പോസിറ്റ് ഇതാ താഴത്തെ വ്യൂ ഉണ്ടോ. സോ എല്ലാവരും ഏകദേശം കുളിച്ച് കയറി. ഇത് കണ്ടോ ഫുള്ള് നല്ല രസമാണ്. ഇവിടുന്ന് കാണും വെള്ളച്ചാട്ടം. നമ്മൾ മുന്നേ ഇവിടെയൊക്കെ വരുന്നതാണ്. ഓക്കെ. സോ ഞാൻ നേരത്തെ പറയുന്ന കാര്യം, ഒരു വണ്ടിക്ക് ഇതിലേ പോകാൻ പറ്റുള്ളൂ. മുന്നിൽ വണ്ടി വന്നാൽ ഏതെങ്കിലും ഒരു വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. സോ ഇങ്ങോട്ട് ഇവർക്ക് വലിയ റോഡും ആക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ കണ്ടാ ഇവിടെ നിന്ന് കാണുന്നില്ല. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിടുക. സോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സോ കേസ് അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി. സോ അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് അതിൻ്റെ അടുത്ത വ്ളോഗായിട്ട് നടക്കണം. സോ ബൈ.